എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് 1 കൊരിന്ത്യർ ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ വിഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് 10-ാം അധ്യായത്തിൽ ഉള്ളത്. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതത്തെ കുറിച്ച് പറയുന്നതും 10-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതത്തെ കുറിച്ച് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. 8-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മുടെ പരിജ്ഞാനം അനുസരിച്ചാണ് നമ്മൾ വിഗ്രഹ അർപ്പിതത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, വിഗ്രഹം ഏതും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാൾ, അയാൾ എന്ത് ഫുഡ് കഴിച്ചാലും അയാളുടെ ഉള്ളിൽ വിഗ്രഹം ഇല്ലാത്തത് കൊണ്ട്, ഈ ദേവന്മാരെല്ലാം സങ്കല്പങ്ങളായതുകൊണ്ട്, അയാളുടെ ഉള്ളിൽ ആ സങ്കല്പം ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത്, ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ച് അവൻ എന്ത് കഴിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇതൊന്നും വിശ്വാസമില്ല. ഫെയ്ത്ത് ആണ്. ഇപ്പം പെന്തക്കോസ്തുകാരിൽ പല ആൾക്കാർക്കും അവിടെ വലിയ പോരാട്ടമാണ്, അത് വിഗ്രഹമാണെന്നൊക്കെ ചിന്ത ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അവരത് കഴിക്കുമ്പം അവർ വേറൊരു രീതിയിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ച് സ്തോത്രം ചെയ്ത് കഴിക്കുമ്പം അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അത് ആഹാരം മനുഷ്യനെ മലിനമാക്കുന്നില്ല എന്നാണ് നമ്മൾ 8-ാം അധ്യായത്തിൽ കണ്ടതെങ്കിലും 9-ാം അധ്യായത്തിലേക്ക് വരുമ്പം വിഗ്രഹാരാധനയെ കുറിച്ചുള്ള, എനിക്ക് തോന്നുന്നു പുതിയ നിയമത്തിൽ വിഗ്രഹാരാധനയെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ പരാമർശങ്ങളാണ് 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു വിഗ്രഹങ്ങളെയും വിഗ്രഹങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് 10-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം. പഴയ നിയമത്തിലെ മോശയുടെ കീഴിലുണ്ടായിരുന്ന ജനം കടലിന് നടുവിലൂടെ നടന്ന് മോശയോട് ചേർന്ന് സ്നാനമേറ്റ് എല്ലാവരും ഒരേ ആത്മിക ആഹാരം കഴിച്ചും എല്ലാവരും ഒരേ ആത്മിക പാനീയം കുടിച്ചുമിരുന്നു. അവർ കഴിച്ച ആത്മിക ആഹാരം ക്രിസ്തുവായിരുന്നു. ആ പാറയിൽ നിന്നാണ് അവർ കഴിച്ചത്. പക്ഷെ അത് കഴിച്ചവരിൽ പോലും വലിയൊരു പങ്കാളികളിലും കർത്താവ് പ്രസാദിച്ചില്ല. അവർ മരുഭൂമിയിൽ എറിഞ്ഞു കളയപ്പെട്ടു. They were overthrown in the wilderness. അപ്പോൾ പഴയ നിയമത്തിന്റെ ഒരു അൺസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, ഈ സ്പിരിച്വൽ ഫുഡ് കഴിക്കുന്ന അതേ ആൾക്കാർ തന്നെ അടുത്ത സെക്കൻഡിൽ പിറുപിറുക്കുന്നവരായി എഴുന്നേക്കും എന്നുള്ളതാണ്. ഷോസ് ഹൗ ഫിക്കിൾ മാൻ ഈസ്. അതുകൊണ്ട് പഴയ നിയമത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത്, ഒരിക്കൽ ഒരു സമയത്ത് നല്ലപോലെ പെരുമാറുന്ന ജനം കുറച്ചു നേരം കഴിയുമ്പോൾ ആദമിക സ്വഭാവം കാരണം വീണ്ടും വീണ്ടും വീണുപോവുകയും ദൈവപ്രസാദം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് പക്ഷെ നമുക്കൊരു മുന്നറിയിപ്പായിട്ട് വെച്ചിരിക്കുന്നു എന്നാണ് 10-ാം അധ്യായത്തിൽ പറയുന്നത്. ഇത് നമുക്കൊരു ഉദാഹരണമായി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ അവർ ചെയ്യുന്നത് പോലെ തിന്മ ചെയ്യാതിരിക്കാൻ. അപ്പോൾ പഴയ നിയമത്തിലെ എക്സാമ്പിൾസ് എന്തിന് കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്നു, എന്തിനാ മരുഭൂമിയിൽ പട്ടുപോയവരുടെ കഥ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഈ പാപത്തോടുള്ള ക്രോധവും ദേഷ്യവും വേദന എന്താണ് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവം ഇതിലെല്ലാം വേദനിക്കുന്നു. ദൈവം ഒരു മനുഷ്യൻ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായ ആത്മിക ആഹാരം സ്വീകരിച്ച ഒരു മനുഷ്യൻ വീണ്ടും ലോകത്തിലേക്ക് നീങ്ങുകയും ലോകത്തിന്റെ പ്ലഷേഴ്സിൽ, ലോകത്തിന്റെ രസങ്ങളിൽ മുങ്ങുകയും ചെയ്യുമ്പം ദൈവത്തിന് വേദനയുണ്ട് എന്നാണ് നമ്മൾ ഈ വാക്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന, അവരിൽ ചിലർ വിഗ്രഹാരാധികളായതുപോലെ നിങ്ങളും വിഗ്രഹാരാധികളാകരുത്. ആ വിഗ്രഹാരാധികളുടെ പ്രത്യേകത എന്താണ്? The people sat down to eat and drink and rose up to play. അവർ ആഹാരം കഴിച്ചു, കുടിച്ചു, കളിക്കുവാനായി എഴുന്നേറ്റു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്റർടൈൻമെന്റ് ആണ്. തിന്നുക, കുടിക്കുക, എൻജോയ് ചെയ്യുക. ഈ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകരുത്. അതിന് ഞാനിവിടെ വിഗ്രഹാരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ ലോകത്തിന്റെ പ്ലഷേഴ്സ് നോക്കുന്ന ലൈഫാണെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. ഓക്കെ, we must not indulge in sexual immorality as some of them did, and 23,000 fell in a single day. 23,000 പേര് ഒരു ദിവസം വീണുപോകാൻ കാരണം അവർ സെക്ഷൽ ഇമ്മോറാലിറ്റി ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, ഞാൻ സാധാരണ ഈ സെക്ഷൽ ഇമ്മോറാലിറ്റിയെ കുറിച്ചൊന്നും എൻ്റെ ഈ അനേകായിരം പ്രസംഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതിനകത്ത് ഈ സെക്ഷൽ ഇമ്മോറാലിറ്റിയെ കുറിച്ചൊന്നും ഞാൻ അങ്ങനെ പറയാറില്ല.
അതിന്റെ പ്രധാന കാരണം നമ്മളെല്ലാവരും നല്ലതുപോലെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓഡിയൻസിനെ കുറിച്ച്, "ഓ, ഇതൊക്കെ ഇവരോട് പറയേണ്ട കാര്യമുണ്ടോ, ഇതൊക്കെ ഇവർ ഓൾറെഡി പാലിക്കുന്നതായിരിക്കുമല്ലോ" എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നാത്തത്. പക്ഷേ പൗലോസ് ഒരു മടിയില്ലാതെ കൊരിന്ത് സഭയിൽ ഇത് പറയാനുള്ള കാരണം, അന്ന് ഈ സെക്ഷൽ ഇമ്മോറാലിറ്റി വിഗ്രഹാരാധനയും തമ്മിലുള്ള കണക്ഷനാണ്. ഇവർക്ക് പലർക്കും ഈ ടെമ്പിളിൽ, അവരുടെ ദേവാലയങ്ങളിൽ ഈ മ്ലേച്ഛത, ഈ വിഗ്രഹം എന്ന മ്ലേച്ഛതയും ഇമ്മോറാലിറ്റി എന്ന മ്ലേച്ഛതയും ഉണ്ടായിരുന്നു. ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ, പഴയ കാലത്തെ പാഗൻ ആചാരങ്ങൾ, അവിടെ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വന്ന ആളുകൾക്ക് ഈ കൊരിന്ത് സഭയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. എന്തൊക്കെയാണ് ഈ പൗലോസിന് പറയേണ്ടി വരുന്നത്? ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ ഞാൻ ബുദ്ധിമുട്ടിയാണ് പറയുന്നത്. അപ്പൊ പൗലോസ് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്തുമാത്രം അവിടെ മ്ലേച്ഛത ഉണ്ടായിട്ടുണ്ടാകും ആ അന്തരീക്ഷത്തിൽ. ജസ്റ്റ് where the church was planted, around that church, എന്തുമാത്രം മ്ലേച്ഛതയും ലോകമയത്വവും സുഖത്തിനോടുള്ള ലോലുപതയും എല്ലാം ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ 23,000 പേർ ഒരു ദിവസം വീണുപോയതുപോലെ നിങ്ങൾ വിഗ്രഹാരാധന ചെയ്തത്. അപ്പൊ ദൈവത്തിന്റെ ക്രോധമാണ് 23,000 പേര് വീണു. അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് വെച്ചിരിക്കുകയാണ്, ടു ഷോ ഹൗ ആംഗ്രി ഗോഡ് ഈസ് വെൻ ഇമ്മോറാലിറ്റി ഈസ് കമ്മിറ്റഡ്. നിങ്ങൾ കർത്താവിനെ പരീക്ഷിക്കരുത്. പണ്ട് കാലത്ത് അത് എക്സാമ്പിൾ ആവുന്നത് എങ്ങനെയാണ്? പണ്ട് കാലത്ത് കർത്താവിനെ പരീക്ഷിച്ച ആളുകൾക്ക് എന്ത് സംഭവിച്ചു? They were destroyed by serpents. നമ്മൾ ദൈവത്തെ പരീക്ഷിക്കരുത്. ദൈവത്തെ പരീക്ഷിച്ച ആൾക്കാർക്ക് പഴയകാലത്ത് സംഭവിച്ചത്, അവർ പാമ്പുകളാൽ, സർപ്പൻസിനാൽ ആക്രമിക്കപ്പെട്ടു. അഗ്നിസർപ്പങ്ങൾ അവരെ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. നോർ ഗ്രംബിൾ. ഗ്രംബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓ, എൻ്റെ അവസ്ഥ ഇതായി പോയല്ലോ, അയ്യോ എനിക്ക് ഇങ്ങനത്തെ അവസ്ഥ വന്നല്ലോ, ഈ ദൈവം എന്നെ കാണുന്നില്ലേ, എൻ്റെ അവസ്ഥ കാണുന്നില്ലേ, ഞാൻ എന്തിനാണ് ഇങ്ങനെ. ഇങ്ങനെ ആൾക്കാരുണ്ടോ? എനിക്കറിയാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കില്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഗ്രംബിൾ ചെയ്യുന്നവർ, തൃപ്തിയില്ലാത്തവർ, അവർക്ക് അവരിലും തൃപ്തിയില്ല, മറ്റുള്ളവരിലും തൃപ്തിയില്ല. They are not satisfied with themselves, they are not satisfied with others. അവർക്ക് ഒന്നിലും ഒരു ജീവിത സാഹചര്യത്തിലും തൃപ്തിയില്ല, കണ്ടന്റ്മെന്റ് ഇല്ല, പിറുപിറുത്തോണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്നവരെ ദൈവം വെറുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ ക്രോധം എന്ന് പറയുന്നത് പാപത്തിനെതിരെ എല്ലാ കാലത്തും ഉണ്ട്. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ഒരു വ്യക്തി കർത്താവിനെ പിൻഗമിക്കുന്ന ഒരു ആടിനെ പോലെ കർത്താവിന്റെ പിന്നാലെ നടക്കുന്നു. അത് കർത്താവ് പോയ വഴി അല്ലാതെ വേറൊരു വഴിയും അവരെ ആകർഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ രക്ഷയുടെ ഏറ്റവും മനോഹരമായ വെളിപ്പാട്. വേറെ വഴിയെ പോകുമ്പോൾ ദൈവത്തിന് അതിൽ വിഷമമുണ്ട്, പ്രസാദമില്ല. ദൈവകോപം നമ്മൾ വീണ്ടും ഉണർത്തുന്നു എന്നാണ് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചത് ഒരു ഉദാഹരണമായിട്ടാണ്. Now these things happened to them as an example, but they were written down for our instruction. ഇത് വിശുദ്ധന്മാരെ നേരെ നടത്തുന്നതിനുള്ള ഉപദേശമായിട്ടാണ്, അവർക്കുള്ള എക്സാമ്പിൾ ആയിട്ടാണ്. ഈ ആട് മര്യാദയ്ക്ക് നേരെ നടക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഉദാഹരണങ്ങളാണ് ദൈവത്തിന്റെ ക്രോധം എത്ര വലുതാണ് എന്നുള്ള വെളിപ്പാട്. ഇപ്പൊ പാപത്തെ കാഷ്വലായിട്ട് എടുക്കുന്ന ജനം ഇന്നും, നമുക്കറിയാം ഹൈപ്പർ ഗ്രേസ് പ്രതിഭാസം എങ്ങനെയാണ് പാപത്തെ നിസാരവൽക്കരിച്ചത് നമുക്കറിയാം. അപ്പൊ കർത്താവിന്റെ ആടുകളായി അവന്റെ പിന്നാലെ നടക്കുന്ന ജനം പാപത്തെ ഗൗരവമായി കാണണമെന്നും വേദനിക്കണമെന്നും, കർത്താവിനുണ്ടാകുന്ന അതേ വേദന നമ്മളിലുള്ള പാപത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാകണമെന്നും, ദാറ്റ് വിൽ ബി റിയലി വണ്ടർഫുൾ, അല്ലെ? ദൈവത്തിന് ഈ പാപത്തെക്കുറിച്ച് എന്ത് വേദന ഉണ്ടാകുന്നു, അതേ വേദന എനിക്കും ഉണ്ടാകണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഹൗ വി തിങ്ക് വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ ഇവിടെ പറയുന്നത്, they were written down for our instruction on whom the end of the ages has come. അപ്പം ഈ അന്ത്യകാലം നമ്മളിലാണ് വരുന്നത് എന്നുള്ള ഈ കൂട്ടത്തിലാണ് വരുന്നത്. ആ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടി വരെ ഇതൊരു ഇൻസ്ട്രക്ഷൻ ആയിട്ട് വെച്ചിരിക്കുന്നു. അതായത് അന്ന് സംഭവിച്ച കാര്യമാണെങ്കിലും ഈ ക്രിസ്തുവിന്റെ പിന്നാലെ നടക്കുന്നവർ നടക്കേണ്ട വഴി എന്താണ് എന്നുള്ളതിന് അതൊരു ഉദാഹരണമായി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത വാക്യം ശ്രദ്ധിക്കണേ. ഇതെങ്ങനെയാണ് പൗലോസ് അവതരിപ്പിക്കുന്നത്? Therefore let anyone who thinks that he stands take heed lest he fall. ഒരു കാര്യം ഉറപ്പാണ്,
നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഴാൻ സാധ്യത കൂടുതലാണ്. നിൽക്കുന്നു എന്ന് തോന്നാത്തവനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത പടി വീഴാതിരിക്കാൻ നോക്കിയോ എന്നാണ്. ബിക്കോസ് എനിവൺ ക്യാൻ ഫോൾ. എനിവൺ ക്യാൻ ഫോൾ എന്ന് പറഞ്ഞാൽ ഏത് പാപത്തിൽ എപ്പോഴും വീഴാനുള്ള ബലമൊക്കെ നമുക്കുള്ളൂ. നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര ബലമാണ്, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ നമ്മൾ ഡയലോഗ് അടിച്ചാലും നമ്മുടെ പ്രകൃതം നോക്കിയാൽ ഏത് പാപത്തിൽ എപ്പോൾ വേണമെങ്കിലും വീഴാവുന്ന, ദൈവത്തെ കോപിപ്പിക്കാവുന്ന ഒരു പ്രകൃതം തന്നെയാണ് നമുക്കുള്ളത്. ഇവിടെ പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇതിന് എക്സാമ്പിൾ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇതൊരു വലിയ ഉദാഹരണമായിട്ട് കർത്താവിനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു കാര്യം, എനിക്ക് രണ്ട് കാര്യങ്ങളിൽ നല്ല വിക്ടറി ഉണ്ട് എന്ന് ഞാൻ പറയാം. ഒന്ന് എന്താ ഞാൻ പറയുന്നില്ല, രണ്ടാമത്തെ കാര്യം പറയാം, അത് സമ്പത്തിനെ സംബന്ധിക്കുന്നതാണ്. അപ്പൊ എനിക്ക് സമ്പാദിക്കണമെന്നില്ല, പണം ഉണ്ടാക്കണമെന്നില്ല, അതിന്മേൽ എനിക്കൊരു വിക്ടറി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ദൈവം തെളിയിച്ചു എൻ്റെ ഉള്ളിലുള്ള ആ പഴയ മനുഷ്യൻ വീണ്ടും ഈ ലോകത്തിൽ നേടാൻ വേണ്ടി മോഹത്താൽ ദാഹിക്കുന്നത് കാണിച്ചു തന്നു. അപ്പോൾ ഓരോ വാക്കിനകത്തും വീണു പോകാവുന്ന, നമ്മൾ നടക്കുന്ന ഓരോ പടിയിലും വീണു പോകാവുന്ന അനേകം സാധ്യതകളുണ്ട്. പക്ഷെ വീഴാതെ അന്ത്യം വരെ നടത്താൻ കഴിവുള്ള ഒരു ദൈവത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വീണു പോകുമെന്ന് വിചാരിക്കുന്നതിന് പകരം വീണു പോകില്ല എന്ന് ധൈര്യപ്പെടുന്നതിന് കാരണം നമ്മെ അന്ത്യം വരെ എത്തിക്കാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ദർ ഇസ് നോ അതർ ഹോപ്പ്. നമ്മുടെ തന്നെ സ്വഭാവത്തിന്മേൽ നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അടുത്ത വാക്യം പറയുന്നത് ഇതുണ്ടോ, അടുത്ത വാക്യം, therefore let anyone who think no temptation has overtaken you that is not common to man. മനുഷ്യർക്ക് നടപ്പില്ലാത്ത ഒരു പരീക്ഷയും നിങ്ങൾക്ക് വരികയില്ല. God is faithful and he will not let you be tempted beyond your ability. അതായത് നമ്മുടെ കഴിവിനപ്പുറത്തേക്കുള്ള ഒരു പരീക്ഷണത്തെ ദൈവം ഒരിക്കലും കൊണ്ടുപോകുന്നില്ല. അത് നമുക്ക് പത്രോസിന്റെ കഥ കേൾക്കുമ്പോൾ അറിയാം. പത്രോസിനെ പ്രലോഭിപ്പിക്കാൻ അല്ലെങ്കിൽ പരീക്ഷിക്കാൻ സാത്താൻ ഒരുങ്ങുമ്പം കർത്താവ് പറയുന്നത്, നീ അവന്റെ വിശ്വാസത്തെ തൊടാതെ പരീക്ഷിച്ചോളാനാണ്. അപ്പൊ എന്താണ്, ആ ഒരു ലെവൽ കഴിഞ്ഞാൽ അയാളുടെ വിശ്വാസം താങ്ങി നിർത്താൻ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വരുന്നത് കൊണ്ട് ആ വിശ്വാസത്തെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യാണ്. അതായത് ടെസ്റ്റ് ചെയ്യും, ബട്ട് ഡു നോട്ട് അലോ ഹിം ടു ലൂസ് ദ ഫെയ്ത്ത്. ഇനി പോക്ക് വഴി എന്ന് പറഞ്ഞൊരു കാര്യം, എന്താണ് ഈ പോക്ക് വഴി? ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ്, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യം. പിന്നെ അങ്ങനെ ആരും ഓർത്തിരിക്കുന്നില്ലായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ശാരീരികമായ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് മല്ലപ്പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് വണ്ടിയുടെ ടയർ പൊട്ടിപ്പോയി, ഒരു കുഴിക്കകത്തോട്ട് ചാടി. പിന്നെ വണ്ടിയുടെ ശബ്ദം വേറൊരു ശബ്ദമായിരുന്നു. സൈഡിലോട്ട് കൊണ്ട് നിർത്തി, ടയർ ഫ്ലാറ്റായി, നല്ല ഇരുട്ട്, ഒരു വളവ്, ആരുമില്ല, ഒരു മനുഷ്യനില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ ടയർ മാറിയിടാൻ അറിയാം, പക്ഷെ ആ കുനിഞ്ഞ അടിയിൽ കിടന്ന് ഇത് പണിയാനുള്ള ആരോഗ്യമില്ല. ഞാൻ ഒരിക്കലും എന്ത് ചെയ്യും? പെട്ടെന്ന് എനിക്ക് രാജേഷ് ബ്രദറിന് ഓർമ്മ വന്നു. രാജേഷ് ബ്രദറിന്റെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരമായിരുന്നു ഇത്. അതുകൊണ്ട് തക്ക സമയത്ത് ഓരോന്ന് സഹായിച്ചു. അല്ല, എനിക്ക് അതിന് അടിയിൽ കുനിഞ്ഞ് കിടന്നിട്ട് ഇത് എവിടെയാണ് നമ്മുടെ എന്താണ് പറയുന്നത്, ഈ ഉയർത്തുന്ന സാധനത്തിന് ജാക്കി ലിവർ വെക്കേണ്ടതെന്ന് അത് കണ്ടുപിടിക്കാൻ അടിയിൽ കുനിഞ്ഞ് കിടക്കണം. അതെനിക്ക് ഇന്നലെ പ്രത്യേകിച്ച് പനിയും കൂടെ ആയതുകൊണ്ട് നടുവേദന, ഫീവർ സാധിക്കും. അപ്പൊ അതുപോലെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നല്ല സീറ്റ്, കംഫർട്ടബിൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ. അപ്പോൾ ഞാൻ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കൊരു വലിയ പരീക്ഷണത്തെ നേരിട്ടു. ഒരു തരത്തിലും സീറ്റില്ല, ഫുൾ സ്റ്റാൻഡിങ് ട്രെയിൻ. ഇപ്പൊ ഞാൻ ഭയങ്കര ഭക്തിയിൽ നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ. ആണോ? കുറെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ അന്ന് നല്ല സ്ട്രോങ്, നല്ല സ്പിരിച്വലി നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. അപ്പൊ ചുറ്റും നോക്കി എല്ലാവരും
നല്ല സീറ്റിലിരിക്കുന്നു. എനിക്ക് സീറ്റിലെ ചുറ്റും ആൾക്കാർ നിൽക്കുകയാണ്. നമ്മുടെ പഴയ കമ്പാർട്ട്മെന്റ്, ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് അറിയാലോ, അത് തൂണൊന്നുമില്ല. ജസ്റ്റ് ആ സീറ്റിന്റെ സൈഡിൽ താങ്ങി നിൽക്കാന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ അടുത്തിരുന്ന ഒരാളോട് ചോദിച്ചു, എവിടെ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ്, പാലക്കാട്. ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് കയറിയേക്കാം. ഇപ്പൊ എല്ലാവരും കേരളത്തിലോട്ടുള്ളവരാ ഇരിക്കുന്ന മൊത്തം. ആരും ഇടയ്ക്ക് എഴുന്നേക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഞങ്ങളൊക്കെ കേരളത്തിലേക്ക് എത്താണ്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്കിനി ചോദിക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആദ്യം ചോദിച്ചു എനിക്കൊരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരണമെന്ന്. അപ്പോൾ ചുറ്റും നോക്കിയപ്പം എല്ലാവരും കേരളത്തിലോട്ടുള്ള ആൾക്കാരായതുകൊണ്ട് കർത്താവിനൊരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ഞാൻ തന്നെ എനിക്ക് കർത്താവിനെ അധികം ബുദ്ധിമുട്ടിക്കേണ്ട, അങ്ങനല്ലേ നമ്മുടെ ഈ പ്രായോഗിക ഫെയ്ത്ത് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് കർത്താവിനെ അധികം ബുദ്ധിമുട്ടിക്കേണ്ട, സീറ്റ് തരാൻ പറ്റത്തില്ലായിരിക്കും, ഇത്രയും പേര് എനിക്ക് ഒരാൾ എഴുന്നേപ്പിച്ചിട്ട് എനിക്ക് സീറ്റ് തരാൻ. അപ്പോൾ ഞാൻ പ്രാർത്ഥന ഒന്ന് മാറ്റി, കർത്താവെ ഒന്ന് നിൽക്കാനുള്ള ഒരു തൂണെങ്കിലും എനിക്ക് സംഘടിപ്പിച്ചു തരണം. പക്ഷെ തൂണെന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരു തടിയൻ ഒരു തൂണിൽ ആരും കയറ്റത്തില്ല അവരുടെ ഇടയിലോട്ട്. കാരണം അവർ ഓൾറെഡി ഒരു തൂണിൽ ചാരി 3-4 പേരുണ്ട്. തൂണെന്ന് പറഞ്ഞാൽ സീറ്റിന്റെ സൈഡാണ്. അപ്പൊ അത് നടക്കുന്നില്ല. പിന്നെ അവസാനം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇത് നമ്മൾ കർത്താവിന്റെ പണി ചെറുതാക്കി ചെറുതാക്കി കൊണ്ടുവരികയാണ്. അവസാനം കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എനിക്ക് കോട്ടയം വരെ നിൽക്കാനുള്ള കപ്പാസിറ്റി, നീ ക്രൂശിൽ കിടന്ന പോലത്തെ വേദനയൊന്നും ഇല്ലല്ലോ, ഞാൻ ഇവിടുന്ന് അവിടം വരെ നിന്നോളാം. അപ്പൊ എനിക്ക് നിൽക്കാൻ പറ്റുമോ? ഉറപ്പായിട്ട് നിൽക്കാൻ പറ്റില്ല. കൂടി 1-2 മണിക്കൂർ, അതിൽ കൂടുതൽ എനിക്ക് ചാരാൻ പോലും സ്ഥലം ഇടാതെ വെറുതെ സ്റ്റഡി ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ നിൽക്കും. ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ നമുക്ക് തോന്നുവാ, ഓക്കെ കർത്താവ് ബലം തരും, നിൽക്കും. അത്രയായി കഴിഞ്ഞപ്പം അത്രയും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വരെ എത്തി. ഏതാ അന്നേരം ദൂരെ നിന്ന് ഒരാൾ എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഒരു സൈഡിലെ സിംഗിൾ സീറ്റുകളാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പഴയ ട്രെയിനിന്റെ സീറ്റ്, ഒരു സൈഡ് സിംഗിൾ സീറ്റാണ്. ആ സിംഗിൾ സൈറ്റിൽ ഡോറിന് മുമ്പിൽ ഇരുന്ന ഒരാൾ എന്നെ ഇങ്ങനെ വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അടുത്ത പുള്ളിക്ക് എന്നെ പരിചയമുണ്ട്, എന്തോ വിളിക്കുന്നത്. ഞാനിങ്ങനെ ഇതിനിടയിലൂടെ ആൾക്കാരുടെ ചീത്ത എല്ലാം കേട്ട് ബാഗുമായിട്ട് ഇതിനിടയിലൂടെ പോയി അയാളുടെ അടുത്ത് അയാൾ പറയാം, ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങോട്ടെ, ഇവിടെ ഇരുന്നോളാൻ. അത്രയും പേരിടയ്ക്കുന്ന അയാൾ എന്നെ ഹാൻഡ് പിക്ക് ചെയ്തു, സീറ്റ് തരാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഒരു പോക്കുവഴി നീ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിൽക്കില്ല. ഈ പോക്കുവഴിയിലൂടെ ദൈവം എന്താ അച്ചീവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന്റെ ക്രൂശിൽ മരിക്കാൻ ഞാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാതുകൊണ്ട് നീ അവിടെ ഇരുന്നോളാൻ പറഞ്ഞൊരു സീറ്റും തന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലി നമ്മൾ ക്രിസ്തുവിന്റെ ആ ഒരു ഐഡന്റിഫിക്കേഷനോട്ട് എത്തുകയും ചെയ്തു. അതേസമയത്ത് ഞാൻ എൻ്റെ ശരീരത്തിൽ കഷ്ടപ്പെടുത്തിയില്ല. ദൈവം നമുക്ക് തരുന്ന എല്ലാ പരീക്ഷണങ്ങളിലും ഒരു ക്രിസ്തുവുമായി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അവസരവും അതേ സമയത്ത് തന്നെ അത് നമുക്ക് പറ്റാതെ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പോക്കുവഴിയും അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് അന്ന് മനസ്സിലായത്. അപ്പൊ എല്ലാ പരീക്ഷണങ്ങളിലും പാപം ചെയ്യാതെ രക്ഷപ്പെടാനുള്ള ഒരു പോക്കുവഴി, ഒരു കുഞ്ഞു വഴി, പാപം ചെയ്യാതെ കർത്താവിനെ എതിരെ പിറുപിറുക്കാതെ രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു പോക്കുവഴി ഒരുക്കിയിട്ടുണ്ടെന്ന് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച വലിയ പാഠങ്ങളിലൊന്നാണ് ഏത് രക്ഷത്തിനും ഒരു പോക്കുവഴിയുണ്ട്. ആ പോക്കുവഴിയിലൂടെ ദൈവം നമ്മൾ എന്തായാലും അപ്പുറത്ത്. എന്തെല്ലാം മുന്നറിയിപ്പുകളുണ്ടെങ്കിലും വി ആർ നോട്ട് സ്റ്റാൻഡിങ് ബൈ അവർ ഓൺ സ്ട്രെങ്ത്, വി ആർ ട്രസ്റ്റിംഗ് ഇൻ ഹിസ് പ്രോമിസസ്. ദൈവം എനിക്കൊരു പോക്കുവഴി ഒരുക്കിക്കോളും. എനിക്ക് പറ്റാത്തൊരു പരിസ്ഥിതി ദൈവം എന്നെ കടത്തി വിടുകയില്ല. ദിസ് ഇസ് ഹൗ വി പോസിറ്റീവ്ലി തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇവിടെ പറയുന്നത് എ വേ ഓഫ് എസ്കേപ്പ് എന്നാണ്. ദാറ്റ് യു മേ ബി ഏബിൾ ടു എൻഡ്യൂർ ഇറ്റ്. അത് സഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പോക്കുവഴി കൂടെ ദൈവം ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കും. പല ആൾക്കാരും നമ്മുടെ ഇരിക്കുന്ന പല ആൾക്കാരെ പോക്കുവഴി അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. കാരണം നമ്മുടെ എല്ലാ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ഉണ്ട്, അവിടെ എല്ലാം ഈ പോക്കുവഴി നമ്മെ സഹായിക്കാം. ഇനി അടുത്ത വാക്യം പറയാണ്, therefore my beloved flee from idolatry. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി രക്ഷപ്പെടണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിഗ്രഹാരാധനയെ കുറിച്ചാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിഗ്രഹാർപ്പിതം, ഇറ്റ്സ് അബൌട്ട് വിഗ്രഹാരാധന. ഫ്രീ ഫ്രം ഐഡോലാട്രി. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും നമ്മൾ നുറുക്കുന്ന അപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും, നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയുമാണ്, ഫെലോഷിപ്പ് ആണ്. അപ്പൊ നമുക്ക് ഫെലോഷിപ്പ് ഉള്ളത് ആരോടാണ്? നമുക്ക് ഫെലോഷിപ്പ് ഉള്ളത് കർത്താവിനോടാണ്, അവന്റെ ശരീരത്തോടും രക്തത്തോടുമാണ്. അങ്ങനെ ഫെലോഷിപ്പ് ഉള്ള ഒരാള് അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. കർത്തൃമേശയെ കുറിച്ചുള്ള ഒരു
ഒരു വലിയ റെവലേഷനാണത്. നമ്മൾ എടുക്കുന്ന അപ്പം ഒന്നാണ്, ആ ഒന്നിൽ നമ്മളെല്ലാവരും അംശികളാണ്. ഇന്നിപ്പം ചർച്ചിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അപ്പം കൊടുത്തങ്ങ് വിടുവാണ്. അങ്ങനെയുള്ള ചർച്ചകളുണ്ട്. വേഫേഴ്സ് ഈ കാത്തലിക് ചർച്ചിനെ കണ്ടുപിടിച്ചതാണ്. അപ്പം നുറുക്കുന്നില്ല, അപ്പം കഴിക്കുന്നേ ഉള്ളൂ. വി നീഡ് ടു ബ്രേക്ക് ദ ബ്രെഡ്. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരം എന്ന ആ റെവലേഷൻ, ഞാനും നിങ്ങളുമെല്ലാം ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആ ശരീരത്തിന്റെ അംശികളാണ് എന്നുള്ളതാണ് ആ അപ്പം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അപ്പം നമ്മൾ നുറുക്കുമ്പോൾ അത് വെറുതെ കഴിക്കുന്നതിനകത്തല്ല അതിന്റെ അതിന്റെ ആ മാർമിക വശം ഇരിക്കുന്നത്, അത് നുറുക്കുന്നതിലും കൂടെയാണ്. ഈ മിക്കവാറും ചർച്ചകളിൽ പാസ്റ്റർമാർ ഇത് നുറുക്കി തരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതൊരു ഇത്തിരി കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ കാരണം, പാസ്റ്ററാണ് നുറുക്കുന്നത് ആര്? യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് അതൊരു മാർമിക ശരീരമായിരിക്കെ ഒരാൾ അത് നുറുക്കി തരുമ്പോൾ അതിനകത്തൊരു അഭംഗിയുണ്ട്. കാരണം ഞാൻ അതിനകത്തൊരു അംശമാണ്, നിങ്ങൾ അതിനകത്തൊരു അംശമാണ്. അപ്പൊ എനിക്കും നുറുക്കണം. ഐ ഓൾസോ വാണ്ട് ടു ജോയിൻ ഇൻ ദാറ്റ് ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്. ഞങ്ങൾ അപ്പം നുറുക്കുവാനാണ് കൂടി വരുന്നത്. അപ്പൊ എനിക്കും ഒന്ന് നുറുക്കണം. എനിക്ക് നുറുക്കാൻ അവർ സമ്മതിക്കരുതേ. അവർ നുറുക്കി തരും, ഇത്തിരി ഇത്തിരി ചെറിയ പീസായിട്ട് വെച്ചു. ഇനി അവിടെ നുറുക്കാനാ? അപ്പൊ അപ്പം നുറുക്കാൻ നമ്മൾ കൂടി വരുമ്പോൾ നാം നുറുക്കുന്ന അപ്പമാണ്, അല്ല ഒരാൾ എനിക്ക് നുറുക്കി തരുന്ന അപ്പമല്ല. ഈ കാത്തലിക് ചർച്ചിൽ കാർമ്മികരുള്ളതുപോലെ ശരിക്കും പുതിയ നിയമത്തിൽ കാർമ്മിക ശുശ്രൂഷയായിട്ടല്ല ഇത് ചെയ്യുന്നത്, ഒരു സഭയുടെ ശുശ്രൂഷയായിട്ടാണ്. വി കം ടുഗദർ ആൻഡ് ബ്രേക്ക് ദ ബ്രെഡ് ആൻഡ് സേ വി ആർ വൺ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയും. ഓക്കെ, അങ്ങനെയുള്ള ഒരാള് ഇവിടെ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയായിരിക്കണം ജീവിക്കുന്നത്? കൺസിഡർ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ആർ നോട്ട് ദോസ് ഹു ഈറ്റ് ദ സാക്രിഫൈസസ് പാർട്ടിസിപ്പൻസ് ഇൻ ദ ഓൾട്ടർ. അപ്പൊ നമ്മൾ ഈ അപ്പം കഴിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ക്രിസ്തുവുമായുള്ള ഒരു കൂട്ടായ്മയിലേക്ക് വരികയാണ്. അടുത്ത വാക്യം പറയുന്നത്, വിഗ്രഹം എന്ന് പറയുന്നത്, വിഗ്രഹാർപ്പിതം എന്ന് പറയുന്നത്, ഫുഡ് ഓഫേർഡ് ടു ഐഡൽസ് ഈസ് എനിത്തിങ് ഓർ ദാറ്റ് ഐഡൽ ഈസ് എനിത്തിങ്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ നിങ്ങളോട് പറയുന്നത് വിഗ്രഹം എന്തെങ്കിലും ആണെന്നോ, ഈ 8-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ വിഗ്രഹം എന്തെങ്കിലും ആണെന്നോ, അതിനെന്തെങ്കിലും ശക്തി ഉണ്ടോ എന്നുള്ളതല്ല. അതൊന്നുമില്ല. എങ്കിൽ പോലും നിങ്ങൾ ആ വിഗ്രഹത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, ദാറ്റ് മീൻസ് ആ മേശയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, ഏതാ വിഗ്രഹത്തിന്റെ അർപ്പിതം നൽകുന്ന മേശയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് പലപ്പോഴും നേരിടുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. യാക്കോബായ സഭയിൽ നിന്ന് പോകുന്ന ആളുകൾ, കത്തോലിക്ക ചർച്ചിൽ നിന്ന് പോകുന്ന ആളുകൾ, അവർ തിരിച്ചു ചെന്ന് കുർബാന എടുക്കുന്നു. കാരണം ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ്. കൊരിന്ത് കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഈ വിഗ്രഹാർപ്പിതം കഴിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, വിഗ്രഹങ്ങളെ വണങ്ങിയിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വെളിയിൽ ഇറങ്ങുമ്പോൾ they are forced to participate in their festivals. അവരുടെ ഉത്സവങ്ങളിലും എല്ലാം പങ്കെടുക്കാൻ അവർ നിർബന്ധിക്കപ്പെടുകയും അവർ പങ്കെടുത്തില്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ അവർ ഒറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രഷർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ എത്ര പരീക്ഷണം അനുഭവിച്ചാലും ദൈവം നിങ്ങൾക്കൊരു പോക്കുവഴി ഉണ്ടാക്കിക്കോളും, നിങ്ങൾ അതിനകത്ത് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം. അതായത് എത്ര പരീക്ഷണം വന്നാൽ, ഞാൻ എല്ലാവരും പറയാറുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഓർത്തഡോക്സ് പള്ളിയിൽ പോയി കുർബാന എടുക്കാൻ പോകരുത്. ദൈവം ഒരു പോക്കുവഴി ഉണ്ടാക്കിക്കോളും. അതേസമയത്ത് CSI പോയി എടുത്താലും നമുക്ക് അവരുടെ കൂട്ടായ്മയൊന്നും ഇല്ലെങ്കിലും അപ്പത്തിനകത്ത് പ്രോബ്ലം ഇല്ല. കാരണം അപ്പം അവർ ഇത് പറഞ്ഞോണ്ടാ നുറുക്കുന്നത്. ഏതാണെന്നറിയാം? നാം നുറുക്കുന്ന അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയില്ല, അവിടെ യാഗമൊന്നുമില്ല. പക്ഷെ ഒരു യാക്കോബ് പള്ളിയിലോ കത്തോലിക്ക പള്ളിയിലോ പോയി കുർബാന എടുക്കുമ്പം അത് ഭൂതങ്ങൾ കർപ്പിക്കുന്നത് പോലെയാണ്. അവർ പറയുന്ന ക്രിസ്തുവിന്റെ നാമമാണെങ്കിലും ഇറ്റ് ഈസ് സംതിങ് ദാറ്റ്സ് അൺബിബ്ലിക്കൽ. യേശുക്രിസ്തുവിന്റെ ശരീരത്തെ വീണ്ടും നുറുക്കുക, യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ യാഗം പിന്നെയും പിന്നെയും അനുഷ്ഠിക്കുക. അപ്പോൾ ക്രിസ്തുവിനെ തന്നെ ഒരു വിഗ്രഹമാക്കി മാറ്റി അതിനെ നുറുക്കുന്ന ഒരു പരിപാടിയാണ്. സോ
അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ നിന്ന് വരുന്നവരോ, ഹിന്ദുക്കളുടെ നിന്ന് മാനസാന്തരപ്പെട്ടു വരുന്നവർ തിരിച്ച് അവരുടെ ഫെസ്റ്റിവൽസിലെല്ലാം പോയി ഈ എന്താ ഇവിടെ വന്ന് കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാകുകയും അവിടെ ചെന്നിട്ട് ഐഡൽസിന്റെ ഭാഗമാകുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെ നമ്മൾ വില കൊടുക്കാൻ തയ്യാറാകണമെന്ന് തന്നെയാണ് ഈ വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിന് ഉചിതമല്ലാത്തത്, ക്രിസ്തുവിന്റെ സൗണ്ട് ഡോക്ടറിന് വിരോധമായത്, യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മ അല്ലാത്തതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് ഡെമൺസിനുള്ളതാണ്. ഏത്? ഈ വിഗ്രഹാർപ്പിതങ്ങൾ അവരർപ്പിക്കുന്നത് ഭൂതങ്ങൾക്കാണ് എന്ന് ഇവിടെ പറയുന്നു. ദിസ് ഈസ് ദ ഓൺലി വേഴ്സ് ഇൻ ദ ബൈബിൾ വേർ അതർ റിലീജിയസ് സിസ്റ്റംസ് ആർ അറ്റാക്ട്. പുതിയ നിയമത്തിൽ ഒരിടത്തും മറ്റ് ദേവന്മാരെ കുറ്റം പറഞ്ഞ് നമ്മൾ കാണുന്നില്ല. അന്ന് ഒത്തിരി ഗ്രീക്ക് ദേവന്മാരും അന്ന് ഒത്തിരി റോമൻ ദേവന്മാരും ദേവിമാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിടത്ത് പോലും യേശു ക്രിസ്തു ശിഷ്യന്മാരോ ദേവന്മാരെയോ ദേവിമാരെയോ അവരുടെ സിസ്റ്റത്തെയോ കൾച്ചറിൽ നിന്നും പരിഹസിക്കുന്നതോ കളിയാക്കുന്നതൊന്നും കാണുന്നില്ല. അവരുടെ സിയൂസ് ദേവനെയോ, നിങ്ങൾക്കറിയാമല്ലോ, എന്താ സോഫിയ, ബുദ്ധിയുടെ ദേവി. സോഫിയ എന്ന് പറഞ്ഞതാ ഫിലോസഫി, ഫിലിയോ ഐ ലവ്, സോഫിയ വിസ്ഡം. ഐ ലവ് സോഫിയ എന്നാ ഈ ഫിലോസഫി എന്ന് പറഞ്ഞ അർത്ഥം. ഇവിടെ ഡോക്ടർ ഫിലോസഫി ഒക്കെ ഇല്ലേ, അതിനർത്ഥം സോഫിയയെ സ്നേഹിക്കുന്നതിൽ വിശാരദൻ എന്നാണ്. അതായത് ഡോക്ടർ ഇൻ ലവിങ് സോഫിയ, വിസ്ഡം. അപ്പൊ സോഫിയാണ് വിസ്ഡത്തിന്റെ ദേവി, ദേവത, അങ്ങനെയാണ്. അപ്പം ഈ പഴയ കാലത്തെ കൾച്ചറിനകത്തും ഈവൻ പുതിയ ഇന്ത്യയിലെ കൾച്ചർ നോക്കിയാലും ഇതും പഴയ കൾച്ചറാണ്. ഇവിടെ എല്ലാം നമ്മൾ ഇപ്പം എന്തിനും ഒരു വിഗ്രഹവൽക്കരണമുണ്ട്. അറിവിന് ഒരു വിഗ്രഹം, അല്ലെ? ഇതെല്ലാം വിഗ്രഹവൽക്കരണം സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ദേവന്മാരെ ഒന്നും കുറ്റം പറയുന്നത് അല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറയുന്നത് ഒന്നും നമ്മൾ പുതിയ കാണുന്നില്ലെങ്കിൽ ഈ ഒരു വാക്യം മാത്രമാണ് പറയുന്നത്. കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുന്ന ഒരാൾ പോയി വേറൊരു മേശയിൽ, ഭൂതങ്ങളുടെ മേശയിൽ പങ്കെടുക്കാൻ പാടില്ല. ഡു നോട്ട് ബി എ പാർട്ടിസിപ്പന്റ് ഇൻ ദെയർ ഫെസ്റ്റിവിറ്റീസ്, ഇൻ ദെയർ റെവൽറി. അവർ ചെയ്യുന്ന പണികളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ പാടില്ല. അടുത്ത വാക്യം പറയുന്നത്, യു കനോട്ട് ഡ്രിങ്ക് ദ കപ്പ് ഓഫ് ദ ലോർഡ് ആൻഡ് ദ കപ്പ് ഓഫ് ഡീമൺസ്, യു കനോട്ട് പാർട്ടേക്ക് ഓഫ് ദ ടേബിൾ ഓഫ് ദ ലോർഡ് ആൻഡ് ദ ടേബിൾ ഓഫ് ഡീമൺസ്. ഒരേ സമയത്ത് തന്നെ രണ്ട് ടേബിളിൽ നിങ്ങൾ കഴിക്കരുത്. ഒരേ സമയത്ത് തന്നെ. ഇത് ഇന്നത്തെ കാലത്ത് ഈ ട്രൂത്തിന് വില കൊടുക്കാത്ത ഒരു കാലമായതുകൊണ്ട് ഒത്തിരി ആൾക്കാരും ട്രൂത്ത് മനസ്സിലാക്കിയാലും വില കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് സത്യം മനസ്സിലാക്കിയാൽ നമ്മൾ സത്യത്തിന് വില കൊടുത്ത് ഇറങ്ങത്തില്ല. ഇന്നത്തെ കാലം അങ്ങനെയാണ്. കാരണം കൺവീനിയൻസ് ആണ് നമ്മൾ എല്ലാവരും നോക്കുന്നത്. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. ഞാൻ യാക്കോബിലേക്ക് വിട്ടിട്ട് പോകുന്നത് ഒരു നിമിഷം, ഒറ്റ ദിവസത്തെ കൺവിക്ഷനിലാണ്, ഒറ്റ സൺഡേ. അത് കണ്ടുകൊണ്ടൊന്നും എനിക്ക് അത് ദൈവികമല്ലെന്ന് മനസ്സിലായി ഇറങ്ങി. അങ്ങനെയാണെങ്കിൽ ഇത് പെന്തിക്കോസിൽ നിന്നൊക്കെ 100 പ്രാവശ്യം ഇറങ്ങേണ്ടി വന്നേനെ. പക്ഷെ നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുവാണ്. പോട്ടെ, സാരമില്ല, വിട്ടേക്കാം, നമ്മളായിട്ട് ഇനി കോലാഹലം ഉണ്ടാക്കേണ്ട. ബിക്കോസ് ഇറ്റ്സ് നോട്ട് കൺവീനിയൻറ്റ് ടു ഗെറ്റ് ഔട്ട് ഫ്രം വൺ ആൻഡ് ടു ജോയിൻ അനദർ. പിന്നെ അവിടെ വഴക്കുണ്ടാകുമ്പോൾ അവിടെ നിന്ന് ചാടി വേറെ, ഇത് നമ്മൾ മടുത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മടുപ്പുള്ളതുകൊണ്ട് നമ്മൾ കൺവീനിയൻസിനങ്ങ് വിടുകയാണ്. പക്ഷെ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് ട്രൂത്ത് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ ചാടി ഇറങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ട്രൂത്ത് ആരെയും സ്വതന്ത്രമാക്കുന്നില്ല. ഇന്ന് യാക്കോബ പള്ളിയിൽ രക്ഷിക്കപ്പെട്ടവരുണ്ട്, CSA പള്ളിയിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്. ഇതിനകത്ത് എല്ലാ ആൾക്കാരിപ്പുണ്ട്, ആരും വെളിയിറങ്ങുന്നില്ല. കാരണം ദേ ആർ അഫ്രൈഡ് ടു ബ്രേക്ക് ദ കൺവീനിയൻസ് ഫാക്ടേഴ്സ്, കൺവീനിയൻസ് കോഷ്യന്റ്. ഇവിടെ അതാണ് പൗലോസ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിൽ നിങ്ങൾ പേടിക്കരുത്. കാരണം ദൈവം ഒരു പോക്കുവഴി നിങ്ങൾക്ക് ഒരുക്കിയിരിക്കും. ഡു നോട്ട് ബി അഫ്രൈഡ് ടു ബ്രേക്ക് ദ കൺവെൻഷൻസ്. സത്യം നിങ്ങളെ സാക്ഷാൽ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ വില കൊടുക്കേണ്ടി വരും, കഷ്ടം അനുഭവിക്കേണ്ടി വരും. പക്ഷെ ദൈവം തീർച്ചയായിട്ടും അതിനുള്ള ഒരു പോക്കുവഴി ഉണ്ടാക്കിയിരിക്കും. അതിനർത്ഥം പല പെന്തക്കോസ് അമ്മച്ചിമാരും അമ്മമാരും ഒക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ വീടൊരു നരകമാക്കി മാറ്റും മറ്റേ ആൾക്ക്. അയ്യോ, ഭയങ്കര കഷ്ടമായിരിക്കും. ഇപ്പം ഞാനൊരു ഹൈന്ദവനാണെന്ന് വിചാരിക്കാം. എൻ്റെ ഭാര്യ പെട്ടെന്ന് ക്രിസ്ത്യാനിയായി. ആ സിറ്റുവേഷൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. പിന്നെ TV വെക്കാൻ സമ്മതിക്കൂല, പിന്നെ വൈകിട്ട് മുഴുവൻ പ്രാർത്ഥന, ഫുൾ ടൈം പ്രാർത്ഥന. ചായ എടുക്കാൻ വിളിച്ചാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. ആകെ വീട് ഡിസ്റ്റർബ് ആവും.
പിന്നെ അതിൻ്റെ കൂടെ ആഭരണങ്ങൾ ഊരി കഴിയുമ്പോൾ നാട്ടുകാർ പറയും, കാരണം നിന്റെ ഭാര്യ താലിയും പൊട്ടിച്ചുകൊണ്ട് റോട്ടിൽ കൂടെ നടക്കുന്നു. ഹോറിബിൾ. ഇവിടെ നമ്മൾ വില കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? കർത്താവിന് വേണ്ടിയല്ല, ഈ കൾച്ചറിന് വേണ്ടിയാണ്. പെന്തക്കോസ്റ്റൽ കൾച്ചർ നിലനിർത്താൻ വേണ്ടി വില കൊടുക്കുന്നു. ആ വില കൊടുക്കുന്നതിൽ ഒരു കഥയില്ല. അവിടെ അല്ല നമ്മൾ വില കൊടുക്കേണ്ടത്, അവിടെ അല്ല വില കൊടുക്കേണ്ടത്. ക്രിസ്തു അല്ലാതെ വേറൊരു മേശയിൽ എനിക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ല. ബാക്കി എല്ലായിടത്തും ഒബീഡിയൻ്റ് ആണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ മേശയിലല്ലാതെ വേറൊരു വിഗ്രഹങ്ങളുടെ പരിപാടിയിൽ ഞാൻ പാർട്ടിസിപ്പൻ്റ് അല്ല. ഐ വിൽ നോട്ട് കോംപ്രമൈസ് ദെയർ. അതാണ് ശരിക്കും ഇവിടുത്തെ ഉപദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയ സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോൾ എനിക്ക് വേദന, ഞാനിങ്ങനെ പറയാറില്ല. പറയുമ്പോഴുള്ള വേദന എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ തന്നെ ഒത്തിരി ആൾക്കാർ ബലഹീനരായി ഉണ്ടാവും. അവർ ചിലപ്പോൾ നിർബന്ധിക്കപ്പെട്ടിരിക്കാം, യാക്കോബ് പള്ളിയിലോ അവിടെയൊക്കെ പോയി ഇതെടുക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കാം. ചിലപ്പോൾ മക്കളുടെ കല്യാണത്തിനായിരിക്കാം. പോയി കണക്ക് തീർത്തില്ലെങ്കിൽ കല്യാണം നടക്കില്ല. അപ്പനും അമ്മയും പോയി കുമ്പസാരിച്ചില്ലെങ്കിൽ അച്ഛൻ കല്യാണം നടത്തി തരത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ ഏതായാലും അങ്ങ് കുമ്പസാരിച്ച് വിട്ടേക്കാം എന്ന്. ദാറ്റ് പ്രഷർ ഈസ് ദെയർ. അപ്പം അങ്ങനെ പ്രഷറിലിരിക്കുന്ന പല ആൾക്കാർ എൻ്റെ മുമ്പിലുണ്ടാവും. പക്ഷേ അവർ ഇതറിയാതിരിക്കാൻ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എനിക്ക് കാരണം അങ്ങനെ ഒരാളെ നിർബന്ധിക്കുന്നതിൽ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷേ വചനം ഇങ്ങനെ പറയുന്നു, ഷാൽ വി പ്രൊവോക്ക് ദ ലോർഡ് ടു ജലസി ആർ വി സ്ട്രോങ്ങർ ദാൻ ഹി. നമ്മൾ അവനേക്കാൾ ബലമുള്ളവരാണോ? അവനെ ഒരിക്കലും നമ്മൾ അസൂയപ്പെടുത്തരുത് എന്നാണ്. ഇപ്പൊ ദൈവത്തിന് നമ്മോട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ അസൂയ ഉണ്ടാക്കരുത്. ഡു നോട്ട് ഷോ യുവർ അഫെക്ഷൻ ടു എനി അതർ സിസ്റ്റം എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ കൾച്ചറലി നമ്മൾ ആരെ ഷോക്ക് ചെയ്യേണ്ട കാര്യമില്ല. എ വുമൺ ഹു ഇസ് അലോൺ ഇൻ ഹിസ് ഫെയ്ത്ത്, ഇൻ ഹെർ ഫെയ്ത്ത്, ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് വിശ്വാസി വന്ന ഒരു ഹൈന്ദവ സഹോദരി ഉണ്ടെങ്കിൽ ആ വീടിന്റെ ഒരു കൾച്ചറിനെയും അല്ലെങ്കിൽ ആ രീതികളെയും അപ്സെറ്റ് ചെയ്യാതെ, അയാളെ ബുദ്ധിമുട്ടിക്കാതെ, എന്നാൽ കർത്താവിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ ഇരിക്കേണ്ടത് ആവശ്യമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗം അടുത്ത ദിവസം കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒരിക്കലും അങ്ങയുടെ ആ റെവലേഷനോട് കോംപ്രമൈസ് ചെയ്യാത്തവരായിരിക്കുവാൻ, ഞങ്ങൾ വലിയ ബലമുള്ളവരാണ്, ഞങ്ങൾ ഒരിക്കലും വീണു പോവുകയില്ല എന്ന് സ്വയം വിചാരിക്കാതെ, കർത്താവെ അങ്ങ് കൈ പിടിച്ചിരിക്കുന്നതിൽ റെസ്റ്റ് ചെയ്യുവാൻ, പിറുപിറുക്കാത്തവരായിരിക്കുവാൻ, അങ്ങയുടെ പിന്നാലെ നടക്കുന്ന ആടിനെ പോലെ എപ്പോഴും അങ്ങയുടെ മനസ്സോടെ ചിന്തിക്കുവാൻ, പാപത്തെക്കുറിച്ച് അങ്ങേക്ക് തോന്നുന്ന അതേ വേദന എനിക്ക് ഫീൽ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ വില കൊടുക്കേണ്ട ഓരോരോ പോയിന്റിൽ കർത്താവെ ആ വില കൊടുക്കുവാൻ ദൈവമേ ഞങ്ങൾക്ക് ധൈര്യവും കൃപയും വഴിയും പോക്കുവഴിയും എല്ലാം അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും ലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.